പാടി മുഴുമിക്കുമ്പോഴേക്കും വിധികർത്താക്കൾ ഓരോരുത്തരായി ജഡ്ജിംഗ് സീറ്റിൽ നിന്നും ചാടി എഴുന്നേറ്റ് വേദിയിലെത്തി എടുത്തുയർത്തിയും വാരിപ്പുണർന്നും 100-ൽ 100 മാർക്ക് നൽകിയ 7 ജന്മപുണ്യം എന്ന് വിശേഷിപ്പിച്ച ഒരു ഉദാത്ത പ്രകടനത്തിനാണ് ടോപ്പ് സിംഗർ സീസൺ 5-ന്റെ പാട്ടുമത്സരവേദി ഇന്ന് സാക്ഷ്യം വഹിച്ചത്. ഗാനത്തിന്റെ ഭാവവും വൈകാരികതയും സംഗതികളും ഒരുമിച്ച് ഈ കുഞ്ഞു പ്രായത്തിൽ അയത്ന ലളിതമായി ആലപിക്കുകയെന്നത് നിസ്സാര കാര്യമല്ല, അതുല്യ ഗായകനായി മാറുമെന്നാണ് വിധികർത്താവായ മധു ബാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടത്. ഗാനത്തിന്റെ ഭാവവും സംഗതികളും ഇമോഷനും കൈവിടാതെ ഇങ്ങനെ കൃത്യമായി പാടാൻ 7 ജന്മപുണ്യം ചെയ്യണമെന്നാണ് ബിന്നി കൃഷ്ണകുമാർ നിറഞ്ഞ മനസ്സോടെ അഭിപ്രായപ്പെട്ടത്. ദാസേട്ടൻ എങ്ങനെ പാടിയിട്ടുണ്ടോ അതുപോലെ ഭാവം കൊടുത്ത് കറക്റ്റ് ശ്രുതിയോടെ ആദ്യം മുതൽ അവസാനം വരെ കൺസിസ്റ്റന്റായി പാടിയ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് വിലയിരുത്തിക്കൊണ്ട് എടുത്തുപൊക്കിയും വാരിപ്പുണർന്നുമാണ് മധു ബാലകൃഷ്ണൻ അനുമോദിച്ചത്. ഗാനഗന്ധർവൻ യേശുദാസിന്റെ വിഖ്യാത മെലഡി ഗാനത്തിന്റെ അതുല്യ പ്രകടനത്തിലൂടെ ടോപ്പ് സിംഗർ സീസൺ 5-ന്റെ സ്വന്തം അണ്ണനായ ദേവദർശാണ് വിധികർത്താക്കളെ എല്ലാവരെയും വേദിയിലെത്തിച്ച് 100-ൽ 100 മാർക്ക് സ്വന്തമാക്കിയത്.